നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാവർക്കർമാരോട് ഐക്യദാർഢ്യവുമായി കണ്ണൂരിലും സമരം. മുണ്ടേരി, കാഞ്ഞിരോട്, കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പ്രതിഷേധ ധർണ നടത്തി. സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം. അംഗനവാടി ജീവനക്കാരെയും പരിഗണിക്കണം. മാലിന്യ നിക്ഷേപം. മട്ടന്നൂരിൽ വാഹന സർവീസ് സെന്ററിന് 10,000 രൂപ പിഴ. സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ. ഓയിൽ കലർന്ന മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതായും കണ്ടെത്തി. കർശന നടപടികളിലേക്ക് കടക്കാനൊരുങ്ങി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഓട്ടോ പെർമിറ്റിനെത്തിയ സുധീന്ദ്രന് ലഭിച്ചത് വിചിത്ര മറുപടി. സ്റ്റാൻഡിൽ സ്വന്തം വീട്ടുമുറ്റം എന്നത് അംഗീകരിക്കാനാവില്ല. ഗതാഗത മന്ത്രിക്ക് പരാതി കൈമാറിയതായി സുധീന്ദ്രൻ. നവകേരള സദസ്സിലും അപേക്ഷ സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷൻ പരിധിയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. സ്റ്റേഡിയം കോർണറിന് മുന്നിൽ നടന്ന സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്. മറ്റു രീതിയിലുള്ള ഒരു സമരമല്ല, അക്രമ സമരമല്ല, അല്ലെങ്കിൽ മറ്റ് അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം. ഇത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു സമരമാണ്. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളൊക്കെ തന്നെ CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF അവരുടെ പ്രകടന പത്രികയിൽ വച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ സമരത്തിന് ആധാരമായി അവർ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നു. 2 തവണ ചർച്ച നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും കാലം നടന്ന വനിതകൾ, മഹിളകൾ, സ്ത്രീകൾ ഇത്രയും കാലം ഒരു സമരം നടത്തിയിട്ട് ആ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സമരത്തോടെ ഈ ഗവൺമെന്റ് കാണിക്കുന്ന നീതി നിഷേധമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായക്കുൽ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ AD മുസ്തഫ, റിജിൽ മാക്കുറ്റി, രാജീവൻ എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, മാധവൻ മാസ്റ്റർ, സുരേഷ് ബാബു എളയാവൂർ, CT ഗിരിജ, MP വേലായുധൻ, ഉഷാകുമാരി, ലിഷ ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടേരി, കാഞ്ഞിരോട് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകർ കുടിക്കിമൊട്ടയിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും നടത്തി. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ വേതന വർധനവ് അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുണ്ടേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മന്ത്രി ബിന്ദു ഇന്ന് കേരളത്തിന്റെ മന്ത്രിയാണ്. മന്ത്രി എന്ന നിലയിൽ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളുമുണ്ട്. അവർക്ക് കിട്ടേണ്ട 100 രൂപയായാലും കണക്ക് പറഞ്ഞ് വാങ്ങാൻ, അഥവാ കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് വാങ്ങാനൊക്കെ അവർക്കറിയാം. അതിനാണ് നമുക്കൊരു 10 ദിവസം വാർത്ത വന്നു. എന്താ വാർത്ത? മന്ത്രി ബിന്ദു അവരൊരു കണ്ണട വാങ്ങി, 30,500 രൂപയുടെ കണ്ണട. ആ കണ്ണട വാങ്ങിയിട്ട് അത് സർക്കാർ കണക്കിൽ റീഇംബേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ധനവകുപ്പിന് എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്തപ്പോൾ ധനവകുപ്പ് അത് തൽക്കാലം തടഞ്ഞു. ഉടനെ മുഖ്യമന്ത്രിക്ക് പരാതി, ഞാൻ കണ്ണട വാങ്ങിയ പൈസ തരുന്നില്ല. ബിന്ദു ഒരു കോളേജിൽ പ്രൊഫസറായിരുന്നു, പിന്നീട് അവിടെ വൈസ് പ്രിൻസിപ്പലായി, പിന്നീട് പ്രിൻസിപ്പലായി, അതിനുശേഷമാണ് MLA ആയത്, മന്ത്രിയായത്. അപ്പൊ കോളേജ് അധ്യാപിക, അതുപോലെ UGC സ്കൂളും, അതിനുശേഷം അവർക്ക് അതിന്റെ പെൻഷനൊക്കെ കിട്ടും. അവർക്ക് പ്രയാസങ്ങളില്ല. അവരുടെ ഭർത്താവ് MP ആയിരുന്നാല് ആ പെൻഷൻ കിട്ടും. അവർക്കൊന്നും ഒരു പ്രയാസം. ഇപ്പൊ മന്ത്രിയാണ്, മന്ത്രിയുടെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് നല്ല നിലയിൽ പോകുമ്പോൾ ഒരു കണ്ണട വാങ്ങിയെങ്കിൽ പോലും അത് സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിക്കാതെ സർക്കാരിന്റെ ചെലവിൽ എഴുതി വാങ്ങാൻ മിടുക്ക് കാണിക്കുന്ന ആളുകൾക്ക് മാസത്തിൽ 7,000 രൂപ കൊണ്ട് ജീവനം നടക്കുന്ന ആളുകളോട് പുച്ഛമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി ഇവരുടെയൊക്കെ മാനസിക നില എന്താണെന്ന്. K. രാജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. TK ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. മുണ്ടേരി ഗംഗാധരൻ, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, കട്ടേരി പ്രകാശൻ, VC നാരായണൻ മാസ്റ്റർ, KP പത്മിനി ടീച്ചർ, P. സത്യവതി ടീച്ചർ, P. പ്രകാശൻ, അജിത ശ്രീനിവാസൻ, ചന്ദ്രൻ കാനിച്ചേരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ EK ചാന്ദിനി, ജിഷ, അബ്ദുൾ റഷീദ്, VK സനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.
എളയാവൂർ UP സ്കൂളിന് സമീപം ലോറിക്ക് തീപിടിച്ചു. ഗ്യാസ് പൈപ്പ് ലൈൻ പ്രവൃത്തിക്കായി പൈപ്പ് കൊണ്ടുവന്ന ലോറിയാണ് ഇലക്ട്രിക് ലൈനിൽ തട്ടി തീപിടിച്ചത്. കണ്ണൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. 6 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കണ്ണൂരിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ കണ്ണി അറസ്റ്റിൽ. ആന്ധ്ര മണ്ടവല്ലി സ്വദേശി സത്യരാജ് വെടുക്കുറിയാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 41 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണൂർ റെയിൽവേ പോലീസ് പിടിച്ചെടുത്തു. കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസിൽ റെയിൽവേ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ അരുൾ RB കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ആപ്പ് സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല, കണ്ണൂർ. ആശാവർക്കർമാരോട് ഐക്യദാർഢ്യവുമായി കണ്ണൂരിലും സമരം. മുണ്ടേരി, കാഞ്ഞിരോട്, കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പ്രതിഷേധ ധർണ നടത്തി. സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം. അംഗനവാടി ജീവനക്കാരെയും പരിഗണിക്കണം. മാലിന്യ നിക്ഷേപം. മട്ടന്നൂരിൽ വാഹന സർവീസ് സെന്ററിന് 10,000 രൂപ പിഴ. സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ. ഓയിൽ കലർന്ന മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതായും കണ്ടെത്തി. കർശന നടപടികളിലേക്ക് കടക്കാനൊരുങ്ങി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഓട്ടോ പെർമിറ്റിനെത്തിയ സുധീന്ദ്രന് ലഭിച്ചത് വിചിത്ര മറുപടി. സ്റ്റാൻഡിൽ സ്വന്തം വീട്ടുമുറ്റം എന്നത് അംഗീകരിക്കാനാവില്ല. ഗതാഗത മന്ത്രിക്ക് പരാതി കൈമാറിയതായി സുധീന്ദ്രൻ. നവകേരള സദസ്സിലും അപേക്ഷ സമർപ്പിച്ചു. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. വാഹന സർവീസ് സെന്ററിലുള്ള മാലിന്യങ്ങൾ പൊതു ഇടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ. സ്ഥാപനങ്ങൾക്ക് 5,000 രൂപ വീതം പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. മട്ടന്നൂർ റോഡിലെ നാഗവളവിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ടയേഴ്സ്, ഹിന്ദുസ്ഥാൻ ഓട്ടോ എഞ്ചിനീയറിംഗ് വർക്ക് എന്നീ സ്ഥാപനങ്ങൾക്കാണ് പിഴ ചുമത്തിയത്. 2 സ്ഥാപനങ്ങളും വ്യാപകമായി മാലിന്യം കത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കീഴല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് മാലിന്യ പരിപാലന സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതിന് സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ പിഴ ചുമത്തിയത്. കണ്ണൂർ മട്ടന്നൂർ റോഡിലെ നാഗവളവിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ടയേഴ്സ്, ഹിന്ദുസ്ഥാൻ ഓട്ടോ എഞ്ചിനീയറിംഗ് വർക്ക് എന്നീ സ്ഥാപനങ്ങൾക്കാണ് 5,000 രൂപ വീതം പിഴ ചുമത്തിയിട്ടുള്ളത്. സ്ഥാപനങ്ങളുടെ പരിസരത്ത് സ്പെയർ പാർട്സ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ വ്യാപകമായി കൂട്ടിയിട്ടതായും കത്തിച്ചതായും സ്ക്വാഡ് കണ്ടെത്തി. ഓയിൽ കലർന്ന മാലിന്യങ്ങൾ തുറസായ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. മാത്രമല്ല, ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേനയ്ക്ക് അജൈവ മാലിന്യം പൂർണ്ണമായും നൽകിയിരുന്നില്ല. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ M. ലജി, KR അജയകുമാർ, ഷരീഖുൽ അൻസാർ, കീഴല്ലൂർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ ഡിജിൽ, രജനി എന്നിവരും പങ്കെടുത്തു. ചക്കരക്കല്ലിലെ അശാസ്ത്രീയ റോഡ് വികസനം. മൗവഞ്ചേരി UP സ്കൂളിന്റെ കിണറും അനുബന്ധ സ്ഥലങ്ങളും നഷ്ടപ്പെടുമെന്ന് ആശങ്ക. സ്കൂൾ അധികൃതരും പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന നാട്ടുകാരും പൌരപ്രമുഖരും അധ്യാപകരും ചേർന്ന് സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിച്ചു. ചെമ്പിലോട് 4-ാം വാർഡ് മെമ്പർ MV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. റോഡ് വികസനത്തിന്റെ ഭാഗമായി മൗവഞ്ചേരി UP സ്കൂളിന്റെ കിണറും മുൻഭാഗത്തുള്ള 3 നില കെട്ടിടവും തൊട്ടടുത്ത 4 നില കെട്ടിടത്തിലേക്ക് കയറാനുള്ള നടപ്പാതയും നഷ്ടപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും പൌരപ്രമുഖരും അധ്യാപകരും ചേർന്ന് സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിക്കാൻ കാരണം. ചെമ്പിലോട് 4-ാം വാർഡ് മെമ്പർ MV അനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ മാനേജർ TC അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അശാസ്ത്രീയ വികസനത്തിന്റെ പേരിൽ സ്കൂളിന് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് PTA പ്രസിഡന്റ് CP അബ്ദുള്ളക്കുട്ടി വിശദീകരണം നടത്തി. ചക്കരക്കല്ല് റോഡ് വികസനം സാറ്റലൈറ്റ് സർവേക്ക് പകരം മാനുവൽ സർവേയിലൂടെ റോഡിന്റെ വീതി 12 മീറ്ററായി ചുരുക്കി വികസനം യാഥാർത്ഥ്യമാക്കാൻ യോഗം KRFBയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ HM ശ്രീജ, വാർഡ് മെമ്പർ ലോഹിതാക്ഷൻ, മൗവഞ്ചേരി മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് CH ഹാരിസ്, ജനറൽ സെക്രട്ടറി K. ഫത്താഹ്,
റിട്ടയർഡ് അധ്യാപകൻ എം മുസ്തഫ, മുസ്ലിം ലീഗ് ധർമ്മടം മണ്ഡലം ജനറൽ സെക്രട്ടറി ഷക്കീർ മൗഞ്ചേരി, അധ്യാപകരായ KN ഹുസൈൻ, CV നൌഷാദ്, K വിനോദ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ശേഷം റോഡരികിൽ നടത്തിയ സംരക്ഷണ മതിലിന് ഷംസുദ്ദീൻ കൂടാളി, P ഹാരിസ്, A സത്യൻ, KE ഇന്ദു, തുളസി എന്നിവർ നേതൃത്വം നൽകി. M മുസ്തഫ ചെയർമാനും CP അബ്ദുള്ളക്കുട്ടി ജനറൽ കൺവീനറും ശ്രീജ ട്രഷററുമായിട്ടുള്ള സമിതിയെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. വൃത്തി 2025 ദ ക്ലീൻ കേരള കോൺക്ലേവിന്റെയും മുന്നോടിയായി കണ്ണൂർ പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് സംസ്ഥാന ശുചിത്വ മിഷൻ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണൂർ റെയിൻബോ സ്യൂട്ടിൽ നടത്തിയ ശില്പശാല തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ ഉദ്ഘാടനം ചെയ്തു. ഈ സാഹചര്യത്തിൽ ഒരു കുഴപ്പമില്ല, ഞാൻ പിരിവ് കൊടുത്തിട്ടുള്ളത്. അതുപോലെയാണ് നമ്മൾ പറയാൻ ആൾക്കാരും പറയാം, ഞാൻ 50 രൂപ യൂസർ ഫീ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാം. ഞാൻ ലൈസൻസ് ഫീസ് എടുക്കുന്നുണ്ട്, എനിക്ക് അതുകൊണ്ട് എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഓർക്കുക, ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മാലിന്യം ഉണ്ടാക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നാണ് പറയുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന മാലിന്യം സംസ്കരിക്കേണ്ടതും അത് പരിപാലിക്കേണ്ടതും അതിനെ കൈയൊഴിയേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണ്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന റോളുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. മാലിന്യ സംസ്കരണം നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അജൈവ മാലിന്യങ്ങൾ സംഭരിക്കാൻ വീടുകളിലെത്തുന്ന ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് 50 രൂപ ഫീസ് കൊടുക്കാൻ പലർക്കും മടിയാണ്. എന്തിനാണ് പണം തരുന്നത്? ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് വിമുഖ കാട്ടുകയാണ് ചിലർ. ജൈവ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കണം. മുൻകാലങ്ങളിൽ പൊതു റോഡുകളിൽ തള്ളിയ സാധനങ്ങളാണ് പ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങൾ. ഈ വിഷയത്തിൽ ഇപ്പോഴും ബോധമില്ലാത്തവരുണ്ട്. അത്തരക്കാരെ ബോധ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാലാവില്ല, മറിച്ച് പത്രമാധ്യമങ്ങളിൽ കൂടി മാത്രമേ സാധ്യമാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മാർക്കറ്റിൽ ഉൾപ്പെടെ നഗരത്തിലെ പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരത്തെ തടയാൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനം ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് ജോയിന്റ് ഡയറക്ടർ പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതം പറഞ്ഞു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്യാമ്പയിൻ കോർഡിനേറ്റർ സുനിൽ ദത്തൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ KM എന്നിവർ സംസാരിച്ചു. പിന്നെ ചോദിക്കുന്ന സാധാരണ മാവേലി സ്റ്റോറിൽ എന്താ പ്ലാസ്റ്റിക്കിന്റെ സ്ഥിരം നമ്മൾ ചോദിച്ച സൂപ്പർ മാർക്കറ്റില് പ്ലാസ്റ്റിക്കിന്റെ കഴിക്കും. അപ്പൊ അത് പ്ലാസ്റ്റിക് പാക്കിങ് 50 മൈക്രോണിന് മുകളിലുള്ളത് ഉപയോഗിക്കാൻ പറയുന്നത് കട്ടിയുള്ള പ്ലാസ്റ്റിക് പാക്കിങ്ങിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല EPR എടുത്ത ചില കമ്പനികളുണ്ട്. അത് വെച്ചാൽ അവരുപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്വാണ്ടിറ്റി റീസൈക്കിൾ ചെയ്യാനുള്ള പണം മുൻകൂർ കേന്ദ്ര സർക്കാർ അടക്കുന്ന EPR എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓട്ടോ പെർമിറ്റിന് അപേക്ഷിച്ച തളാപ്പിലെ സുധീന്ദ്രന് RTO നൽകിയത് വിചിത്രമായൊരു പെർമിറ്റ്. ഓട്ടോ പാർക്കിംഗ് സ്ഥലം കാണിച്ചിരിക്കുന്നത് സ്വന്തം വീട്ടിൽ. ഇവിടെ നിന്നും ആര് ഓട്ടം വിളിക്കാനെന്നാണ് സുധീന്ദ്രൻ ചോദിക്കുന്നത്. നവകേരള സദസ്സിലും ഗതാഗത മന്ത്രിക്കും അപേക്ഷ സമർപ്പിച്ച് 2 വർഷമായി കനിവിന് കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. സ്വന്തമായി ഒരു തൊഴിലെന്ന നിലയിൽ സ്വരുക്കൂട്ടിയതും ലോണുമായി ഒരു ഓട്ടോ തരപ്പെടുത്തി. പിന്നീട് പെർമിറ്റിനായി സമീപിച്ചു. ഇവിടെ നിന്നുമാണ് സുധീന്ദ്രൻ എന്ന ഓട്ടോ ഡ്രൈവർ വലിയ കടമ്പകളിലേക്ക് കടക്കുന്നത്. പാർക്കിങ്ങിനായി ഒരു സ്ഥലം അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് സ്വന്തം വീട്ടുമുറ്റമായി മാറുമെന്ന് സുധീന്ദ്രൻ ചിന്തിച്ചതുപോലുമില്ല. കൃത്യമായ മറുപടി ലഭിക്കാത്തതിനാൽ നവകേരള സദസ്സിലും അപേക്ഷിച്ചു. എന്നാൽ റെഗുലേറ്ററി കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ട് എന്നും അതുപ്രകാരം തീരുമാനമുണ്ടാവുമെന്നുമാണ് മറുപടി ലഭിച്ചത്. എന്നാൽ 1 വർഷമായിട്ടും അനുകൂല നടപടികളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇതുപ്രകാരം ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് സുധീന്ദ്രൻ. ഒരു ഓട്ടോ എടുത്ത് അതിൽ പെർമിറ്റിൽ ഹൗസ് എന്നുള്ള പാർക്കിംഗ് പ്ലേസ് ഇവിടെ കണ്ണൂർ തളാപ്പിലാണ്. സുധീന്ദ്രൻ എന്ന് പറയുന്നവരാണ് ഓട്ടോൻ്റെ ഓണർ. അദ്ദേഹം എന്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം പറയും. ഞാൻ ഒരു ഓട്ടോ എടുത്തിട്ട് 2 വർഷം, ഈ വരുന്ന മെയ് മാസം ആകുമ്പോഴത്തേക്ക് 2 വർഷമായി. അപ്പോൾ ഓട്ടോ എടുത്ത സമയത്ത് KVRൻ്റെ ഗ്രൂപ്പാണ് അവർ പുതിയ വണ്ടി എടുക്കുമ്പോൾ അവരാണ് പേപ്പറെല്ലാം ശരിയാക്കുന്നത്. ആ ശരിയാക്കുന്ന സമയത്ത് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പെർമിറ്റ് രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞ് നമ്പറെല്ലാം കിട്ടിയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 100 രൂപയുടെ മുദ്ര കള്ളാസും മുദ്ര പേപ്പറും വാങ്ങി പിന്നെ RTO ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ പാർക്ക് ചെയ്തിട്ട് ജോലി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് ജോലി ചെയ്യാമെന്ന് മുദ്ര പേപ്പറിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിപ്പോൾ എങ്ങനെ ശരിയാവുക, അത് നടക്കില്ലല്ലോ. വീട്ടിൽ പാർക്ക് ചെയ്തിട്ടാകുമ്പോൾ വീട്ടിൽ ആളുകൾ വന്നിട്ട് വണ്ടി കയറുമോ എന്നുള്ളത് നമുക്ക് നടക്കാത്ത കേസാണ്. അതുകൊണ്ട് അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ചിറക്കൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചിറക്കൽ ഞാൻ വെച്ചാൽ 5-6 കിലോമീറ്റർ വ്യത്യാസത്തിലാണ്, നമുക്ക് അവിടെ പരിചയം ഇല്ല, അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുദ്രക്കള്ളാസിൽ എഴുതി കൊടുത്തിട്ട് പെർമിറ്റ് എനിക്ക് അനുവദിക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ ഉടനെ RTO ഓഫീസിൽ എനിക്ക് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് നമ്പർ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്, പാർക്കിംഗ് നമ്പർ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞു.
അതിനൊരു യാതൊരു മറുപടി ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ നവകേരള സദസ്സിൽ ഒരു പരാതി കൊടുത്തു. ഇങ്ങനെ എനിക്ക് കണ്ണൂർ ടൗണിൽ പാർക്ക് ചെയ്തിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു മറുപടി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പരാതി റെഗുലേറ്ററി കമ്മിറ്റിക്ക് പരാതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ തീരുമാനപ്രകാരം നടപ്പിലാവുമെന്ന് പറഞ്ഞിട്ടാണ് അത് വന്നത്. അത് വന്നിട്ടിപ്പോൾ ഒരു വർഷത്തിൽ യാസിയായി ഒരു നടപടിയും കൈക്കൊണ്ടതായിട്ട് കാണുന്നില്ല. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഗതാഗത മന്ത്രിക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. പരാതി പറയലും അപേക്ഷ കൊടുക്കലും എല്ലാമായി 2 വർഷമാണ് ഇദ്ദേഹത്തിന് നഷ്ടമായത്. വീട്ടിൽ വച്ച് ഓട്ടോ ഓടിയ വകയിൽ നാമമാത്രമായ രൂപ മാത്രമാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതാവട്ടെ ലോൺ അടവിനോ ഇൻഷുറൻസിനോ തികയുന്നത് പോലുമില്ല. ഇങ്ങനെ ഒരു ഓട്ടോ സർവീസ് നടത്തിയിട്ട് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സുധീന്ദ്രൻ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സങ്കടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും അതിനൊരു പരിഹാരം കാണുമെന്നുള്ള വിശ്വാസത്തോടെ. കാലിക്കറ്റ് ഫാമിലി ക്ലബിന്റെ നേതൃത്വത്തിൽ മൈജിയുടെ സഹകരണത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള സീനിയർ സിറ്റിസൺസിന് സൗജന്യ വിനോദയാത്ര സംഘടിപ്പിച്ചു. യാത്രയുടെ ഫ്ളാഗ് ഓഫ് മൈജി CMD AK ഷാജി നിർവഹിച്ചു. മൈജി സീനിയർ സിറ്റിസൺസിനായി ഒരുക്കിയത് മികച്ചൊരു യാത്ര തന്നെയായിരുന്നു. വിനോദയാത്രയിൽ നിരവധി പേരാണ് പങ്കാളികളായത്. ആടിയും പാടിയും കാഴ്ചകൾ കണ്ടും 2ാം പാലത്തിൽ ആയിരുന്നു ഓരോരുത്തരും യാത്രയിലുടനീളം. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ടൂർ പോകണം? എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, വളരെ സന്തോഷമാണ്. അതായത് ടൂറല്ലേ, ജഗ്ഗാറിൽ കയറാത്തവരുണ്ടാവും, ഒരിക്കലും പുളിമൂട് കാണാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വലിയ സൗകര്യമാണ്. കാലിക്കറ്റ് ഫാമിലി ക്ലബ് ചെയർമാൻ രഞ്ജിത്ത് മേപ്പറമ്പത്ത് എല്ലാവർക്കും ആശംസകളും നേർന്നു. കാലിക്കറ്റ് ഫാമിലി ക്ലബിന്റെ ഈ വിനോദയാത്രയുടെ സ്പോൺസർ ആവാൻ അവസരം വലിയൊരു ഭാഗ്യം, ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരെയും കണ്ട സമയത്ത് ഡബിൾ എനർജിയാണ് ഞങ്ങൾക്ക് വഴികാട്ടി തന്ന ആൾക്കാരാണ്. 1000-ലേറെ സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനമായിട്ട് മൈജി ടീച്ചർ വളർന്നത്. ഞാൻ ഈ ആദ്യം തന്നെ ഇത് സ്പോൺസർ ചെയ്യാൻ ഷാജിഖാനെ സമീപിക്കാൻ കാരണം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. രാജീവ് ജി കൾച്ചറൽ ഫോറം കണ്ണൂർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പങ്കെടുത്തു. ഇഫ്താർ മതസൗഹാർദ്ദത്തിന്റെ സംഗമവേദി കൂടിയായി മാറി. മുസ്ലിം ആകുന്നതും മുസ്ലിം അല്ലാതായി തീരുന്നതിന്റെയും അടയാളം എന്ന് പറയുന്നത് അവൻ നിസ്കരിക്കുന്നു എന്നതാണ്. 5 നേരം നിസ്കരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തത് ആരാധനയായി നിസ്കാരത്തോട് ചേർത്ത് ഇസ്ലാം എപ്പോഴും പഠിപ്പിക്കുകയും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് സക്കാത്ത് എന്ന് പറയുന്ന ഒരു ആരാധനയാണ്. സക്കാത്ത് എന്ന് പറയുന്ന ആരാധന മനുഷ്യന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. നിസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ചെലവുമില്ലാത്തൊരു ഏർപ്പാടാണ്. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആരോഗ്യം ഇല്ലെങ്കിലും നിസ്കരിക്കാം. പക്ഷെ തൊട്ടുടനെയുള്ള ആരാധന നിങ്ങളുടെ കയ്യിൽ വന്നു ചേർന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു ആരാധനയാണ്, അനുഷ്ഠാനമാണ്. മൂന്നാമത് സാധാരണ എണ്ണാറുള്ളത് നോമ്പാണ്. നമ്മൾ ഇന്ന് കാണുന്ന റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന, വെള്ളം കുടിക്കാതിരിക്കുന്ന നോമ്പാണ്. 4ാമത്തെ ഒരു ആരാധന എന്ന് പറയുന്നത് മക്കയിൽ പോയി ചെയ്യുന്ന ഹജ്ജാണ്. നമുക്കറിയാം, ഹജ്ജിന്റെ സീസണിൽ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോകാറുണ്ട്. ഈ 4 ആരാധനകൾ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കണ്ണൂരിലെ സാംസ്കാരിക രംഗത്ത് മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും ജനാധിപത്യ മതേതര വിശ്വാസം കാത്തുസൂക്ഷിച്ച് സമൂഹത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും നിലനിർത്തിപ്പോരുന്ന സാംസ്കാരിക വേദിയാണ് രാജീവ് ജി കൾച്ചറൽ ഫോറം. ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പുണ്യമായ റമദാൻ മാസത്തിൽ വ്രതശുദ്ധി കൊണ്ടും കർമ്മശുദ്ധി കൊണ്ടും മനസ്സും ശരീരവും സംസ്കരിച്ചെടുത്ത് മനസ്സിന് ആത്മീയ ഉണർവ് പകർന്നു നൽകുന്ന പുണ്യകർമ്മത്തെ ചേർത്ത് നിർത്തുന്നതിന് മതസൌഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനുമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. എന്റെ ചുറ്റുപാടുമുള്ളവർ അവരും ഞാനും ഒന്നാകുന്നു എന്നുള്ള ഈ ഒരുമയുടെ സന്ദേശം അത് ഒന്നുകൂടെ കൃത്യമായിട്ട് ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഏറ്റുവാങ്ങുവാൻ, നമ്മുടെ അതിനെ സ്നേഹവിരുദ്ധമായ എല്ലാത്തിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ നോൻപുകാലം. ധാതുവിൽ നിന്നും ഉത്ഭവിച്ച വിദ്യ മനുഷ്യരോടൊപ്പം വളർന്ന് വികസിക്കേണ്ടതായിട്ടുള്ള വിദ്യയിലൂടെ വിവേകവും തിരിച്ചറിവും വന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് വരേണ്ടത് എന്നുള്ളതാണ്. മഹാത്മജി നമുക്ക് തരുന്നത് കാണാൻ സാധിക്കും. ബൈബിളും ഖുറാനും ഗീതയും എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനവും വായനയും
മഹാത്മജി കൊണ്ടുവന്നു. സംഗമത്തിൽ രാകേഷ് PK അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ യൂണിറ്റി സെന്റർ സെക്രട്ടറി ജനാബ് KM മക്ബൂൽ, സ്വാമി പ്രേമാനന്ദ, കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് തുടങ്ങിയവർ ഇഫ്താർ സന്ദേശം കൈമാറി. TC താഹ, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TK രമേഷ് കുമാർ, പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, VC അഷ്റഫ്, KV രവീന്ദ്രൻ, ദയാനന്ദൻ മാസ്റ്റർ, MP പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചൊവ്വ ഗവൺമെന്റ് LP സ്കൂൾ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. എല്ലാ ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കണമെന്ന സന്ദേശം കുട്ടികളിൽ വളർത്തിയെടുക്കുവാനാണ് ഇത്തരം പരിപാടികൾ വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് KP ഗീത ടീച്ചർ പറഞ്ഞു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,195, പവന് 65,560 രൂപ, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാവർക്കർമാരോട് ഐക്യദാർഢ്യവുമായി കണ്ണൂരിലും സമരം. മുണ്ടേരി, കാഞ്ഞിരോട്, കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പ്രതിഷേധ ധർണ നടത്തി. സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം. അംഗനവാടി ജീവനക്കാരെയും പരിഗണിക്കണം. മാലിന്യ നിക്ഷേപം. മട്ടന്നൂരിൽ വാഹന സർവീസ് സെന്ററിന് 10,000 രൂപ പിഴ. സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ. ഓയിൽ കലർന്ന മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതായും കണ്ടെത്തി. കർശന നടപടികളിലേക്ക് കടക്കാനൊരുങ്ങി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഓട്ടോ പെർമിറ്റിനെത്തിയ സുധീന്ദ്രന് ലഭിച്ചത് വിചിത്ര മറുപടി. സ്റ്റാൻഡ് സ്വന്തം വീട്ടുമുറ്റം എന്നത് അംഗീകരിക്കാനാവില്ല. ഗതാഗത മന്ത്രിക്ക് പരാതി കൈമാറിയതായി സുധീന്ദ്രൻ. നവകേരള സദസ്സിലും അപേക്ഷ സമർപ്പിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.